ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1 നോ ദ പ്ലാൻ വേൾഡ് ക്ലോസ്ലി. ദി വെക്കേഷൻ ഈസ് ഓവർ. ഹൗ എക്സൈറ്റിംഗ് ഈസ് ഇറ്റ് ടു ഗോ ടു സ്കൂൾ വിത്ത് an umbrella playing in the rain? How was your vacation? And after vacation ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എത്രത്തോളം എത്ര ഹാപ്പിയാണ് നിങ്ങൾ മഴയത്തൊക്കെ കളിച്ചു പോകാനായിട്ട്. When did you wake up today? Did you take enough food before coming to school? What did you eat today? Try to write it down. Which among these food items did you get from plants? അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് കഴിച്ചത്, എപ്പോഴാണ് നിങ്ങൾ എണീറ്റത്, അതുപോലെ തന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് നിങ്ങൾ കഴിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത്. This picture shows diverse food materials. From where do we get them? Can you name some of these? Yeah, tapioca, corn, spinach, orange, grapes, capsicum. ദിസ് പിക്ചർ ഷോസ് ഡൈവേഴ്സ് ഫുഡ് മെറ്റീരിയൽസ്. ഒരുപാട് ഫുഡ് മെറ്റീരിയൽസ് ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ. ഈ ഒരു പിക്ചറിൽ ഫ്രം വെയർ ഡു വി ഗെറ്റ് ദം, എവിടെ നിന്നാണ് നമുക്കിതിന് ഇതൊക്കെ കിട്ടുന്നത്? ഓൾ ആർ പാർട്സ് ഓഫ് പ്ലാന്റ്സ് ആർ ഇൻ ദേ. എല്ലാം ഓരോ ചെടിയുടെയും ഭാഗമാണല്ലേ. ഇപ്പോൾ ലീവ്സ് ആയിക്കോട്ടെ, റൂട്ട്സ് ആയിക്കോട്ടെ. ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ ദീസ് പ്ലാന്റ്സ്? ക്യാൻ യു ഐഡൻറ്റിഫൈ ദീസ് പ്ലാന്റ്സ്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഏതൊക്കെ പ്ലാന്റ്സിൻ്റെയാണെന്ന്? Tabulate them down in your diary. Root, stem, leaves, flowers. അങ്ങനെ ഓരോ ഇതായിട്ട് നിങ്ങൾ ടേബിൾ വരച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ നോട്ട്ബുക്കിൽ. ഡു വി യൂസ് ഓൺലി ദ ലീഫ് ഓഫ് അമറാന്തസ് ഫോർ അവർ ഫുഡ്? ആണോ, ലീഫ് മാത്രമാണോ ഉപയോഗിക്കുക? ചീരയുടെ, അമറാന്തസ് എന്ന് പറഞ്ഞാൽ ചീര. ഹാവിൻ യു സീൻ കോളിഫ്ലവർ? വിച്ച് പാർട്ട് ഓഫ് ഇറ്റ് ഡു വി ഈറ്റ്? കോളിഫ്ലവറിൻ്റെ ഏത് ഭാഗമാണ് നമ്മൾ കഴിക്കുക? എക്സ്പാൻഡ് ദ ടേബിൾ ബൈ ആഡിങ് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് ഹൂസ് സ്റ്റെംസ് ആൻഡ് ഫ്ലവേഴ്സ് വി യൂസ് ആസ് ഫുഡ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റൂട്ട്, സ്റ്റെം, ഫ്ലവേഴ്സ്. അപ്പോൾ അതൊക്കെ ടേബിളിൽ എഴുതിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. വി യൂസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് ഫോർ ഫുഡ്. ദി എഡിബിൾ പാർട്ട് ഇൻ ഈച്ച് പ്ലാന്റ് ഈസ് ഡിഫറെൻറ്റ്. ഒരുപാട് പ്ലാന്റ്സ് നമ്മൾ ഫുഡിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതിൽ നിന്ന് കഴിക്കാൻ പറ്റുന്നത് ഓരോന്നും ഡിഫറെൻ്റ് ആണ്. ഡു ഓൾ പ്ലാന്റ്സ് ഹാവ് എഡിബിൾ പാർട്സ്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? അപ്പോൾ ഓരോ പ്ലാന്റ്സിനും അതിൽ നിന്ന് കഴിക്കാൻ പറ്റുന്ന പാർട്സ് കിട്ടുന്നുണ്ടോ? എല്ലാത്തിനും ഉണ്ടോ? ഇല്ലല്ലോ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. വാട്ട് ഡു വി യൂസ് ദീസ് പ്ലാന്റ്സ് ഫോർ? എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പെപ്പർ, ക്ലോവ്സ്, ടർമറിക്, ജിഞ്ചർ, കാർഡമം. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? എവിടെ നിന്നാണ് ഇതൊക്കെ കിട്ടുന്നത്? പെപ്പർ അതിൻ്റെ ഫ്രൂട്ടാണല്ലേ. ക്ലോവ്സോ? ക്ലോവ്സ് അതിൻ്റെ പൂവാണോ? അപ്പോൾ നിങ്ങൾ ഓരോന്നും ടേബിളായിട്ടിട്ട് എഴുതാം കേട്ടോ. വി മേക്ക് യൂസ് ഓഫ് പ്ലാന്റ്സ് ആസ് സ്പൈസസ്, മെഡിസിൻസ് ആൻഡ് ഫോർ മെനി അതർ പർപ്പസ്. ലുക്ക് അറ്റ് ദ പിക്ചർ അല്ലേ. നമ്മൾ പല പ്ലാന്റ്സും നമ്മൾ സ്പൈസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, മരുന്നിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്, പലതരത്തിലുള്ള പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് കോമൺ പ്ലാന്റ്സ് ലൈക്ക് അടത്തോട, കറി ലീഫ് പ്ലാന്റ്, ഹിബിസ്കസ്, കുറുംതൊട്ടി, പനിക്കൂർക്ക, നീം and touch me not are shown in the picture. Spot out these plants from your surroundings and tabulate their uses in your science diary. അപ്പോൾ നിങ്ങളുടെ ബുക്കിൽ എന്ത് ചെയ്യണം? ഓരോ ടേബിൾ വരച്ചിട്ട് അതിൻ്റെ ഓരോ യൂസസ് എഴുതണം. നിങ്ങളുടെ സറൗണ്ടിങ്സിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിൻ്റെ ഓരോ യൂസസ് എഴുതുക കേട്ടോ. ഓൾ ആനിമൽസ് ഡിപ്പെൻഡ് ഓൺ പ്ലാന്റ്സ് ഫോർ ഫുഡ്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് എല്ലാ ആനിമൽസും ആരിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെ അല്ലേ. പ്ലാന്റ്സ് പ്രൊവൈഡ് ഫുഡ് ഫോർ അസ്. പ്ലാന്റ്സ് ആണ് നമുക്ക് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്.
ബട്ട് വെയർ ഡു ദേ ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം? എവിടെ നിന്നാണ് അവർക്ക് ഫുഡ് കിട്ടുന്നത്? അപ്പോൾ അതൊരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ എന്താണ് ഫോട്ടോസിന്തസിസ്? വാട്ട് ഈസ് ഫോട്ടോസിന്തസിസ്? പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ ദെയർ റൂട്ട്സ്. പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു? വാട്ടർ അബ്സോർബ് ചെയ്യുന്നു ത്രൂ ദെയർ റൂട്ട്സ്. റൂട്ട്സിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യാണ്. ദിസ് വാട്ടർ കണ്ടെയ്ൻസ് വേരിയസ് മിനറൽസ്. അപ്പോൾ ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ടാവും. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസൻറ്റ് ഇൻ ദെയർ ലീവ്സ്. പ്ലാന്റ്സ് എന്തും അബ്സോർബ് ചെയ്യും. വെള്ളത്തിന് പുറമെ കാർബൺ ഡൈ ഓക്സൈഡും അബ്സോർബ് ചെയ്യും, വലിച്ചെടുക്കും. എവിടെ നിന്നാണ് വലിച്ചെടുക്കുന്നത്? ഫ്രം ദി അറ്റ്മോസ്ഫിയർ, അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യും. എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? വെള്ളം അബ്സോർബ് ചെയ്യുന്നത് റൂട്ട്സിലൂടെ, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത് ത്രൂ മൈന്യൂട്ട് പോർസ് പ്രസൻറ്റ് ഇൻ ദിയർ ലീവ്സ്. ലീവ്സിൽ പ്രസൻറ്റ് ചെയ്യുന്ന, ലീവ്സിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പോർസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നത്. All these are done for preparing food. എല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രിപ്പയറിങ് ഫുഡ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്സ് പ്ലേസ് ഇൻ ദ ലീവ്സ്. അപ്പോൾ ഫുഡ് എവിടെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സിൽ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസ്, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ എന്തൊക്കെ വേണം? വാട്ടർ വേണം, കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ഇനിയും കുറച്ച് സാധനം കൂടി വേണം. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൺലൈറ്റ് ആൻഡ് the pigment present in leaves called chlorophyll are essential for photosynthesis. പിന്നെ എന്തൊക്കെ വേണമെന്നാണ് പറയുന്നത്? സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം, അതുപോലെ തന്നെ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ലീവ്സ്. ലീവ്സിന് പച്ച കളറ് കൊടുക്കുന്ന ഒരു പിഗ്മെൻറ്റ്, ഒരു കളറാണ് എന്ത്? ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ ഉള്ളത് കൊണ്ടാണ് ലീവ്സിന് പച്ച നിറം. അപ്പോൾ ഈ സൺലൈറ്റ് വേണം, അതുപോലെ തന്നെ ഈ ക്ലോറോഫിലും എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസിന് അത്യന്താപേക്ഷികമാണ്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമാണ് എന്തൊക്കെ? സൺലൈറ്റും ക്ലോറോഫിലും. ദി പ്രൊഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ഗ്ലൂക്കോസ്. ഈ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസാണ് ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് എന്താ നോക്കാം. ഓക്സിജൻ ഈസ് ഓൾസോ ഫോംഡ് അലോങ് വിത്ത് ദിസ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ് എന്ത്? ഒരു പ്രൊഡക്റ്റാണ് ഓക്സിജനും. ഈ ഫോട്ടോസിന്തസിസ് വഴിയാണ് ഓക്സിജൻ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റിലീസ് ഡ്യൂറിങ് ഡേ ടൈം. അപ്പോൾ എപ്പോഴാണത് റിലീസ് ചെയ്യുക? ഡേ ടൈമിലാണ് റിലീസ് ചെയ്യുക. ഈ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാവുന്ന ഈ ഒരു ഓക്സിജൻ റിലീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഡേ ടൈമിലാണ്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഫോംഡ് ഡ്യൂറിങ് ത്രൂ ഫോട്ടോസിന്തസിസ് ഇസ് ലേറ്റർ കൺവേർട്ടഡ് ഇൻ ടു സ്റ്റാർച്ച്. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ഉണ്ടല്ലോ, ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടായിട്ടുള്ള ഈ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും? എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റാർച്ചായിട്ട് കൺവേർട്ട് ചെയ്യും. ദി പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആൻഡ് ഹെൻസ് കോൾഡ് ഓട്ടോട്രോപ്സ്. അപ്പോൾ പ്ലാന്റ്സ് അവരെ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ, ഫുഡ്. അപ്പോൾ അതുകൊണ്ട് അവരെ വിളിക്കുന്ന പേരാണ് ഓട്ടോട്രോപ്സ്. അപ്പോൾ എന്താണ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്? ഫോട്ടോസിന്തസിസ് മനസ്സിലായോ? ഫോട്ടോസിന്തസിസ് എന്താണ്? ഒരു ചെറിയൊരു ചുരുക്കതായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്ലാന്റ്സ് അബ്സോർബ് വാട്ടർ ത്രൂ റൂട്ട്സിലൂടെ വെള്ളം വലിച്ചെടുക്കും. ഈ വെള്ളത്തിൽ ഒരുപാട് മിനറൽസ് ഉണ്ടാവും. പിന്നെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡും അബ്സോർബ് ചെയ്യും അറ്റ്മോസ്ഫിയറിലൂടെ. എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക? ലീവ്സിലുള്ള മൈന്യൂട്ട് പോർസ് വഴിയാണ് അബ്സോർബ് ചെയ്യുക. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേറെ 2 ഘടകങ്ങളും കൂടി ആവശ്യമുണ്ട്. എന്തൊക്കെയാണ്? സൺലൈറ്റ് വേണം, അതുപോലെ തന്നെ ക്ലോറോഫിൽ വേണം. എന്താണ് ക്ലോറോഫിൽ? ഈ ലീവ്സിനൊക്കെ പച്ച കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ക്ലോറോഫിൽ.
അപ്പോൾ ഈ റൂട്ട്സിലൂടെ വലിച്ചെടുത്തിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ ലീവ്സിലൂടെ വലിച്ചെടുത്തിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡും സൺലൈറ്റും ക്ലോറോഫിലും കൂടിയിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്ത് അതായത് ഫോട്ടോസിന്തസിസിലൂടെ ഇതെല്ലാം ഉപയോഗിച്ച് പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്ത് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് എന്ത് ഗ്ലൂക്കോസും അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് ഓക്സിജനും. അപ്പോൾ ഈ ഗ്ലൂക്കോസ് സ്റ്റാർച്ചായിട്ട് മാറും. അതുപോലെ തന്നെ ഈ ഓക്സിജൻ ഡേ ടൈമിൽ പുറത്തേക്ക് റിലീസ് ചെയ്യും. അത് ആനിമൽസ് വലിച്ചെടുക്കും. ഈ പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഒറ്റയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കാരണം പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് ആർ കോൾഡ് ഓട്ടോട്രോഫ്സ്. അതുകൊണ്ടാണ് അവരെ ഓട്ടോട്രോഫ്സ് എന്ന് പറയുന്നത്. അതായത് സ്വയം പ്രിപ്പയർ ചെയ്യാണ് ഫുഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ ഓട്ടോട്രോഫ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഞാനതിന് റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഭാഗം കാണാം കേട്ടോ.